ഈ നിലമ്പൂർ ഇലക്ഷന് ആയിട്ട് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു. പലപ്പോഴും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ നടന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ അൻവർ അവിടെ 20,000 വോട്ട് പിടിച്ചിട്ട് പോലും കോൺഗ്രസിന് ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ സ്വരാജിന് വളരെ ഒരു വലിയ തോൽവി തന്നെ നേരിടേണ്ടി വന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള അതിനെക്കുറിച്ചൊന്ന് പറയാം. അത് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ CPM ആണല്ലോ ആരോടും ഉന്നയിക്കുന്നത്. അതെ, ഞങ്ങളുടെ ജില്ലയിലൊക്കെ ഒരു കാലത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി അല്ലെങ്കിൽ അത് അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന കക്ഷി എന്ന് വെച്ചാൽ CPM ആയിരുന്നു. പ്രത്യേകിച്ച് തിരുവമ്പാടി മേഖലയിൽ, മുക്കം മേഖലയിലെ പഞ്ചായത്തുകളൊക്കെ അവർ പരസ്പരം സഹകരിച്ച് മത്സരിക്കുകയും വിജയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കൃത്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിന് തന്നെ ഉണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ RSSനെയും ജമാഅത്ത് ഇസ്ലാമിനെയും ഒരേപോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിൽ പറയാൻ കാരണം. വെച്ചാൽ ആ തരത്തിലേക്കാണ് ഇപ്പം ചർച്ചകൾ പോകുന്നത്. ജമാഅത്ത് ഇസ്ലാമി ഒരു കാരണവശാലും സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത പല നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് അവർ ഗവൺമെൻറ് സംവിധാനത്തിനെതിരായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടത്തെ സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയത്തിൽ അവർ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗ തലത്തിലേക്ക് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആ തരത്തിലൊക്കെ അവർ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പല നിലപാടുകളും അവർ സ്വീകരിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ശക്തമായി എതിർത്തിട്ടുണ്ട്. അന്നൊക്കെ ഇവർ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷെ ജമാഅത്ത് ഇസ്ലാമിക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, അവർ ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ ഭരണഘടനയും അവർ ഇന്ന് അംഗീകരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് വലിയൊരു മാറ്റമാണ്. അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമി പണ്ടെടുത്ത പല നിലപാടുകളും, അതായത് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യില്ല, അതേപോലെ തന്നെ ഈ പറയുന്ന പോലത്തുള്ള ഉദ്യോഗ തലത്തിൽ പ്രവർത്തിക്കില്ല എന്നൊക്കെ പറയുന്ന സംവിധാനമൊക്കെ അവർ മാറി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അവർക്ക് മറ്റൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഇത് ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നതാണ്, അത് മനസ്സിലാക്കിയത് എന്ന് പറയുന്നത്, ഈ RSS പോലെയോ NDF പോലെയോ പോപ്പുലർ ഫ്രണ്ട് പോലെയോ മറ്റു ഈ തീവ്രവാദ സംഘടനകളെ പോലെ അവർക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അതായത് ഇന്നവരെ ആരെങ്കിലും അടിച്ചു കൊല്ലുകയോ വെട്ടിക്കൊല്ലുകയോ ചെയ്ത ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അവർക്കില്ല. അവർ ആശയപരമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഒക്കെ ശരിയാണ്, പക്ഷേ അവർക്ക് അത്തരത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അവർക്ക് അത് തെറ്റ് മനസ്സിലാക്കി അവർ തിരുത്തി ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മാത്രമേ മതേതരത്വം സംരക്ഷിക്കാൻ സാധിക്കൂ, അത് രാഹുൽ ഗാന്ധിക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ള കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മുതൽ അവർ കൃത്യമായി കോൺഗ്രസ്സിനാണ് പിന്തുണ കൊടുക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പിന്തുണ തേടിയിട്ടൊന്നും പോയിട്ടില്ല. ഇത്തവണ നിലമ്പൂരും സംഭവിച്ചത് അതൊക്കെ തന്നെയാണ്. അത് അവരൊരു തിരിച്ചറിവാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റു ഇതര രാഷ്ട്രീയ പാർട്ടികൾക്കോ ജമാഅത്ത് ഈ പറയുന്ന BJPയെ സംഘപരിവാറിനെ എതിർത്ത് തോൽപ്പിക്കാൻ കോൺഗ്രസ്സിന് മാത്രമേ സാധിക്കൂ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊരു ബദലിന് മാത്രമേ സാധിക്കൂ എന്നുള്ള തിരിച്ചറിവിനെ തള്ളിപ്പറയേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത ചോദ്യം നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇവരെ കൂട്ടി മത്സരിക്കുമോ എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. അത് അവരുടെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇപ്പോൾ സ്വാഭാവികമായും ഈ പഞ്ചായത്തിൻ്റെ ഭരണം പിടിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് സഹകരിക്കുമോ അല്ലെങ്കിൽ അവർക്ക് സീറ്റ് വീതം വയ്ക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ്. അതൊക്കെ വളരെ വിശദമായി സംസാരിക്കേണ്ടതാണ്, അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടും അതിലറിയേണ്ടതാണ്. അത് ഇതേ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ മതേതരത്വവും ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്ന ആർക്കും കോൺഗ്രസുമായി സഹകരിക്കാം. അതിൽ ഒരു കാര്യം കൂടി ഞാൻ കൃത്യമായിട്ട് പറയുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം പറഞ്ഞു, ശശിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു. അത്തരത്തിലുള്ള ആരോപണ വിധേയരല്ലാത്ത ആരെയും സഹകരിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് പ്രശ്നമല്ല. അതൊന്നും ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ട് ബാധിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് ഈ കോൺഗ്രസിൻ്റെ ഐഡിയോളജിയും UDFൻ്റെ ഐഡിയോളജിയും UDFനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ സഹകരിച്ച് കൊണ്ടുപോകുന്നതിന് പ്രയാസമില്ല. പക്ഷെ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവരുത്. അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ അവരെ മാറ്റി നിർത്തുകയും വേണം. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ചർച്ചക്കൊന്നും ഇപ്പോൾ തൽക്കാലം പ്രസക്തിയില്ല. പക്ഷേ ചർച്ച ചെയ്തിട്ടേ അത് തീരുമാനമെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഈ ലീഗിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു. കാരണം ലീഗിന് അധികാരമില്ലാതെ ഇനി ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. സ്വാഭാവികമായും ഇപ്പോൾ BJP കുറേ പുതിയ തന്ത്രങ്ങൾ, ഇപ്പോൾ അമിത്ഷാ കഴിഞ്ഞ ഇതിൻ്റെ കാര്യാലയ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അമിത്ഷാ പറഞ്ഞതനുസരിച്ച് 12 സീറ്റ് പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ ഇവർക്ക് ഈ തിരുവനന്തപുരത്ത്
പല മണ്ഡലങ്ങളും വട്ടിയൂർക്കാവ്, നേമം അടക്കമുള്ള മണ്ഡലങ്ങളിലെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാമതുണ്ട്. അതോടെ തൃശ്ശൂരിലെ പല മണ്ഡലങ്ങൾ, പിന്നെ രണ്ടാം സ്ഥാനത്തുള്ള 20-ഓളം മണ്ഡലങ്ങളുണ്ട്. സ്വാഭാവികമായും അവരുടെ കുറേ നേതാക്കളുണ്ട്, തീപ്പൊരി നേതാക്കളുണ്ട്, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള. അപ്പോൾ അവർ ഇത്തരത്തിലൊരു കുറച്ച് സീറ്റുകൾ നേടാൻ കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു ഈക്വൽ സീറ്റുകൾ, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ 2011 അധികാരമേൽക്കുമ്പോഴുള്ള 72 എന്ന പോലുള്ള ഒരു കണക്കുകൾ വന്നാൽ സ്വാഭാവികമായും ലീഗ് ഇടതുപക്ഷത്തേക്ക് ചാടാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട്. അത് ഏത് തരത്തിലായിരിക്കും കോൺഗ്രസ് അവർക്ക് ഇത്തരത്തിൽ പോകാതിരിക്കാൻ കോൺഗ്രസ് എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ? അതിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മനഃപൂർവ്വം, ഞങ്ങൾ അങ്ങനെ തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, മനഃപൂർവ്വം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഒരു അധികാരത്തോട് അമിതമായ മോഹമുള്ളൊരു പാർട്ടിയെ ചിത്രീകരിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി കാലഘട്ടത്തിൽ എല്ലാവരും കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞു. ഇപ്പം ബാബരി മസ്ജിദിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്തുടനീളം കോൺഗ്രസ്സിന് പ്രയാസം സംഭവിച്ച സമയത്ത്, അത് ന്യായമല്ലാത്ത പ്രയാസമാണെങ്കിൽ പോലും ഞങ്ങളുടെ കൂടെ ഉറച്ചു നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല. ഇപ്പം ആദ്യം പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിണറായിയുടെ 2ാം ഗവൺമെൻറ് വന്നപ്പോൾ നാളെ പോകും, മറ്റന്നാളെ പോകും എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങളായിരുന്നു. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ സമയം വരെ അങ്ങനെ ഒരു സംസാരം പോലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി കണ്ടിട്ടാണ് അവർ പ്രവർത്തിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അധികാരത്തിൻ്റെ പിറകെ പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല എന്ന് മാത്രമല്ല, UDFൻ്റെ അവിഭാജ്യ ഘടകമാണ്. കോൺഗ്രസിനെ പോലെ അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ലീഗ്. ലീഗ് UDFനെ വിപുലീകരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അധികാരത്തിലെത്തിക്കുക എന്നല്ലാതെ ലീഗ് മറിച്ചൊരു തീരുമാനമെടുക്കുമെന്നുള്ളത് അവരുടെയും വ്യാമോഹമാണ്. അത് നടക്കില്ല. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ ആഗ്രഹമാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ ലീഗ് അങ്ങനെയല്ല. അനൗദ്യോഗികമായ ചർച്ചകളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. ലീഗിന്റെ ചില നേതാക്കന്മാർ പറയുന്നതൊന്നും ലീഗിന്റെ അഭിപ്രായമല്ലല്ലോ. പ്രിയപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ എടുക്കുന്നൊരു സമീപനമുണ്ട്. അവര് എല്ലാ കാലത്തും കോൺഗ്രസ് ഇല്ലാതെ ഈ രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കാൻ പറ്റില്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFന് മാത്രമേ അവരെ സഹായിക്കാൻ പറ്റൂ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ള കൃത്യമായ ബോധ്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ലീഗ്. ലീഗിന് അങ്ങനെ ഒരു അധികാരത്തോട് അമിതമായ മോഹമുണ്ട് എന്നത് ഒരു മുമ്പിലുണ്ടാക്കിയ ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായി സംഭവിച്ചതാണ്. അതിലേക്ക് ഒരു കാരണവശാലും ലീഗ് വരില്ല എന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. ഞാൻ വിശ്വാസം രക്ഷിക്കട്ടെ. എന്തായാലും ലീഗിന് അധികാര കൊതിയില്ല എന്ന് പറയുന്നത് കേരളീയ പൊതുസമൂഹം വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കേരളീയ പൊതുസമൂഹം വിശ്വസിക്കില്ല എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഒരു ധാരണ മാത്രമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു അതൊരു കൃത്യമായ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു പ്രസ്ഥാനമാണ്. അവരത് രീതിയിൽ അങ്ങനെ അവർക്ക് പല സമയത്തും പല തീരുമാനങ്ങൾ എടുക്കാമായിരുന്നു. പക്ഷെ അതൊന്നും അവരെടുത്തിട്ടില്ല. അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരുപാട് തീരുമാനങ്ങളുണ്ട്, അവരെടുത്തിട്ടില്ല. അതിനി അവരെടുക്കുകയില്ല. അവർ കോൺഗ്രസിൻ്റെ ഒരു നല്ല ഒരു ഘടകകക്ഷിയായി ഞങ്ങളെ കൂടെ സഹകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.